അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. എല്ലാവർക്കും നമസ്കാരം. ലളിതാ ദേവിയുടെ നാമസഹസ്ര പഠനത്തിൻ്റെ മറ്റൊരു ദലത്തിലേക്ക് സ്വാഗതം. ഇന്ന് അദൃശ്യാദൃശ്യരഹിത എന്നിങ്ങനെയുള്ള ശ്ലോകം മുതൽ നമുക്ക് ആരംഭിക്കാം. 649 നാമം ആയിട്ടുള്ള അദൃശ്യ എന്ന നാമത്തോടുകൂടി ആരംഭിക്കും. അദൃശ്യ ദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത 4 നാമങ്ങൾ. പിന്നീട് യോഗിനി, യോഗദ, യോഗ്യ, യോഗാനന്ദ, യുഗന്ധര. യോഗിനി, യോഗദ, യോഗ്യ, യോഗാനന്ദ, യുഗന്ധര എന്നിങ്ങനെ 5 നാമങ്ങൾ. തുടർന്ന് ഒന്നിച്ച് മുറിക്കാതെ ചൊല്ലേണ്ട ഒറ്റനാമം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി. ഇച്ഛാശക്തി ജ്ഞാനശക്തി എന്ന് നിർത്തരുത്, ഒന്നിച്ച് ഒരൊറ്റ നാമമാണത്. ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി. അടുത്ത നാമം സർവാധാര. സർവാധാര സുപ്രതിഷ്ഠ. അടുത്ത നാമം സുപ്രതിഷ്ഠ. അടുത്ത നാമം സദസദ്രൂപധാരിണി. സത്തും അസത്തുമായ രൂപങ്ങൾ ധരിക്കുന്നവേ ആണ് സദസദ്രൂപധാരിണി. സദസദ്രൂപല്ല, സദസദ്രൂപധാരിണി. പിന്നീട് അഷ്ടമൂർത്തി. ഈ മൂർത്തി പറഞ്ഞിടത്തൊക്കെ വിസർഗം ഉണ്ടാവും. അപ്പോൾ അഷ്ടമൂർത്തി, അഷ്ടമൂർത്തി. അടുത്തത് അജാജൈത്രി. അപ്പോൾ അവിടെ അഷ്ടമൂർത്തി എന്ന വിസർഗമുള്ള നാമവും അജാജൈത്രി എന്നുള്ള അടുത്ത നാമവും കൂടി ചേരുമ്പോൾ ഇടയിൽ അഷ്ടമൂർത്തിരജാജൈത്രി എന്ന് വരും. ലോകയാത്രാവിധായിനി എന്നാണ് അടുത്ത നാമം. അപ്പോൾ അഷ്ടമൂർത്തിരജാജൈത്രി ലോകയാത്രാവിധായിനി. ലോകയാത്രാവിധായിനി, ലോകയാത്രാവിധായിനി. പിന്നീട് ഏകാകിനി അടുത്ത നാമം. ഇതിനുശേഷം ഭൂമരൂപ, നിർദ്വൈത, ദ്വൈതവർജിത. ഇങ്ങനെ 3 നാമങ്ങൾ. ഭൂമരൂപ, നിർദ്വൈത, ദ്വ കൂടി ചേർന്ന് നിർദ്വൈത, നിർദ്വൈത, ദ്വൈതവർജിത, നിർദ്വൈത, ദ്വൈതവർജിത. പിന്നീട് അന്നദ. അടുത്തത് വസുധ. ഇവിടെയൊക്കെ ശ്രദ്ധിക്കുക, ധ എന്നായി പോരുത്. അന്നധ വസുധ എന്ന് ചൊല്ലരുത്. അന്നദ, അന്നത്തെ ദാനം ചെയ്യുന്നു. അപ്പോൾ ദാനം എന്നല്ലേ, അപ്പോൾ ദ എന്നാണ് അവിടെ അക്ഷരം വേണ്ടത്. അന്നദ, വസുധ, വൃദ്ധ. വൃദ്ധ
ബ്രഹ്മാത്മൈക്യസ്വരൂപിണി, ബ്രഹ്മാത്മൈക്യസ്വരൂപിണി, ബ്രഹ്മ ആത്മ ഐക്യസ്വരൂപിണി, ബ്രഹ്മാത്മൈക്യസ്വരൂപിണി. പിന്നെ ബൃഹതി, ബൃഹതി, ബ്രാഹ്മണി, പിന്നീട് ബ്രാഹ്മി, പിന്നീട് ബ്രഹ്മാനന്ദ, ഇത് കഴിഞ്ഞ ബലിപ്രിയ. ഇത്രയും നാമങ്ങൾ. ബൃഹതി, ബ്രാഹ്മണി, ബ്രാഹ്മി, ബ്രഹ്മാനന്ദ, ബലിപ്രിയ. പിന്നെ ഭാഷാരൂപ, ഇത് കഴിഞ്ഞാൽ ബൃഹത് സേന, ബൃഹത് സേന, ബൃഹത് സേന. അടുത്ത നാമം ഭാവാഭാവ വിവർജിത, ഭാവ അഭാവ വിവർജിത എന്നാണ്. അപ്പോൾ അവിടെയും സദ് അസത്ത് എന്ന് നേരത്തെ ചൊല്ലിയ പോലെ ഇവിടെയും ഭാവ ആഭാവ, ഭാവ അഭാവ രണ്ടും കേൾക്കണം. അപ്പോൾ ഭാവ ആഭാവ വിവർജിത. പിന്നീട് സുഖ ആരാധ്യ, സുഖ ആരാധ്യ, സുഖ ആരാധ്യ, ശുഭകരീ, ശുഭകരീ. ഇനി അടുത്ത നാമം ശോഭനാസുലഭാഗതി, വിസർഗമുള്ള വാക്കാണ്. അപ്പോൾ അവിടെ ശോഭനാസുലഭാഗതി, അവിടെ എവിടെയും ഒരു അധികമായിട്ടുള്ള ആകാരം വരുന്നില്ല. അപ്പോൾ ശോഭനാസുലഭാഗതി, ശോഭന എന്നൊരു വാക്കും സുലഭാഗതി എന്ന് അടുത്ത വാക്കുമല്ല, ഒന്നിച്ചിട്ടാണ്. ശോഭനാസുലഭാഗതി, അവിടെ ശോഭനാസുലഭാഗതി എന്ന് ഉച്ചരിക്കാം, വിരോധമില്ല. ശോഭനാസുലഭാഗതി എന്നുവെച്ചാൽ അങ്ങനെ. ഇനി രാജരാജേശ്വരി, അടുത്ത നാമം രാജരാജേശ്വരി, എല്ലാവർക്കും കേട്ട് പരിചയമുള്ള നാമമാണ്. രാജരാജേശ്വരി, രാജരാജ ഈശ്വരി, രാജ്യദായിനി, രാജ്യവല്ലഭ, രാജത് കൃപ, രാജത് കൃപ, രാജത് കൃപ, രാജപീഠ നിവേശിത നിജാശ്രിത. അവിടെയും ചിലപ്പോൾ രാജത് കൃപ രാജപീഠ എന്ന് ചൊല്ലാറുണ്ടാവും ചിലരെങ്കിലും. അങ്ങനെയല്ല, രാജത് കൃപ എന്നൊരു നാമവും രാജപീഠ നിവേശിത നിജാശ്രിത എന്ന അടുത്ത നാമവുമാണ്. അപ്പോൾ അവിടെ ചൊല്ലുമ്പോൾ എങ്ങനെ വേണം? രാജത് കൃപ രാജപീഠ നിവേശിത നിജാശ്രിത എന്ന് ചൊല്ലണം. പിന്നെ രാജ്യലക്ഷ്മീ എന്നാണ് അടുത്ത നാമം. ഇപ്പം രാജ്യലക്ഷ്മീ, പിന്നീട് കോശനാഥ. ഇത് രണ്ടും കൂടിയിട്ട് ആ ശ്ലോകത്തിൽ വരുമ്പോൾ എങ്ങനെ ചൊല്ലണം? രാജ്യലക്ഷ്മീ കോശനാഥ എന്ന് ചൊല്ലണം. അവിടെ ആ വിസർഗം കഴിഞ്ഞ ക എന്ന അക്ഷരമാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ആ വിസർഗം വിട്ട് അടുത്ത വാക്കുച്ചരിക്കുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ രാജ്യലക്ഷ്മീ കോശനാഥ, ചതുരംഗബലേശ്വരി, ചതുരംഗബലേശ്വരി, ചതുരംഗബലേശ്വരി. അടുത്ത നാമം സാമ്രാജ്യദായിനി, സാമ്രാജ്യദായിനി, സത്യസന്ധ, പിന്നീട് സാഗരമേഖല, സാഗരമേഖല, ദീക്ഷിത ഒരു നാമം, ദൈത്യശമനി അടുത്ത നാമം സർവലോകവശങ്കരി, സർവലോകവശങ്കരി, പിന്നീട് സർവാർത്ഥദാത്രി. അപ്പോൾ അവിടെ സർവലോകവശങ്കരി എന്നും സർവാർത്ഥദാത്രി, സർവാർത്ഥദാത്രി, ഥ ദ ശ്രദ്ധിക്കുക. സർവാർത്ഥദാത്രി, സാവിത്രി, സച്ചിദാനന്ദരൂപിണി. അത്രയും നാമം.
സച്ചിദാനന്ദരൂപിണി. സത്ത് ചിത്ത് ആനന്ദരൂപിണി. അപ്പോൾ ഇത്രയും നാമങ്ങൾ എങ്ങനെ ചൊല്ലാം എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അദൃശ്യാദൃശ്യരഹിത വിജ്ഞാത്രീ വേദ്യവർജിത യോഗിനി യോഗദായോഗ്യ യോഗാനന്ദായുഗന്ധര ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാരാ സുപ്രതിഷ്ഠ സദസദ്രൂപധാരിണി അഷ്ടമൂർത്തിരജാജൈത്രീ ലോകയാത്രാവിധായിനി ഏകാകിനി ഭൂമരൂപ നിർദ്വൈതാദ്വൈതവർജിത അന്നദാ വസുധാ വൃദ്ധ ബ്രഹ്മാത്മൈക്യസ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ ഭാഷാരൂപ ബൃഹത്സേന ഭാവാഭാവവിവർജിത സുഖാരാധ്യാ ശുഭകരി ശോഭനാ സുലഭാഗതി രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജത്കൃപാ രാജപീഠനിവേശിത നിജാശ്രിത രാജ്യലക്ഷ്മീ കോശനാഥ ചതുരംഗബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധ സാഗരമേഖല ദീക്ഷിത ദൈത്യശമനി സർവലോകവശങ്കരി സർവാർത്ഥദാത്രീ സാവിത്രി സച്ചിദാനന്ദരൂപിണി. ഇത്രയും നാമങ്ങളാണ് ഇവിടെ രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ. ഇവിടെ രാജരാജേശ്വരി രാജ്യ എന്ന് മുറിയാതൊക്കെ ശ്രദ്ധിക്കുക. രാജ്യദായിനി എന്നാണ് വാക്ക്. രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ എന്നൊക്കെ ശ്രദ്ധിച്ച് ചൊല്ലുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വിരമിക്കട്ടെ. അടുത്ത ദിവസം വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നമസ്കാരം.